ഇന്ന് അത്തം 10 രുചിയിൽ 4-ാം ദിവസമാണ്. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് എരിശ്ശേരിയാണ്. മത്തങ്ങ വൻപയർ എരിശ്ശേരി. മത്തങ്ങയുടെ കൂടെ ഏത് പയറിട്ടും എരിശ്ശേരി വെക്കാട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വൻപയറും മത്തങ്ങയും ചേർത്തുള്ള എരിശ്ശേരിയാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാം. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ഒരു സദ്യ ആയാലും എരിശ്ശേരി ഇല്ലെങ്കിൽ ഒരു കുറവ് പോലെയാണ് അല്ലെ. അപ്പോൾ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാം. നിങ്ങളിത് കണ്ടിട്ടേ അഭിപ്രായം പറയാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഇഷ്ടമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അറിവ് വെച്ച് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഒരു കുക്കറിലേക്ക് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയ ഒരു 250 ഗ്രാം വൻപയർ നന്നായിട്ട് കുതിർന്ന് വെള്ളം വലാൻ വെച്ചിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും പയർ വേവാൻ മാത്രമുള്ള വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. അധികം വെന്ത് പോകരുത്. അതിനുശേഷം പയർ കുക്കറിൽ നിന്നും വെന്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം കൂടി കുക്കറിലേക്ക് തന്നെ ഊറ്റൊഴിക്കുക. അതിലേക്കാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു 1/2 കിലോ മത്തങ്ങ, നല്ല വിളഞ്ഞ മത്തങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ആ മത്തങ്ങ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുക. നന്നായിട്ട് ഇളക്കി അതിനകത്ത് മത്തങ്ങ വേവാനുള്ള വെള്ളം ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങയിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്താൽ മതി. 1/4 ഭാഗം നമുക്ക് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ തേങ്ങയും 2 പച്ചമുളക്, ഇനി പച്ചമുളക് നമ്മുടെ വീട്ടിൽ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാന്താരിമുളക് ഒരു 3-4 ഇടുക. ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അധികം അരയേണ്ട ആവശ്യമില്ല. പിന്നീട് കുക്കറിൽ മത്തങ്ങയും പയറും ഒരുമിച്ച് ചേർത്ത് ഒന്ന് ഇളക്കി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് ഇട്ട് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മാത്രം ചേർത്താൽ മതി. അധികം വെള്ളം ചേർക്കരുത്. അത് നന്നായിട്ട് ഇളക്കി ഉടച്ച് യോജിപ്പിച്ച് അധികം വെള്ളം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി കുറുകിയ പോലെ ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഒരു പാനിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 5 വറ്റൽമുളക് കീറിയത്, കുറച്ചധികം വേപ്പില എന്നിവ ഇട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവുമല്ലോ, അതും കൂടി ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു സ്വർണ്ണ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. അതിനുശേഷം ഇത് ഈ മത്തങ്ങ പയർ കൂട്ടിലേക്ക് ഇട്ട് ഇളക്കി ഉപയോഗിച്ചാൽ നല്ല രസമുള്ളൊരു മത്തങ്ങ പയർ എരിശ്ശേരി റെഡിയാണ്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഇരുന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി സെറ്റായിട്ടുണ്ടാവും കേട്ടോ.